ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ ഞാൻ പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു രഹസ്യ മന്ത്രം, ഇതുവരെ പറയാത്തൊരു അത്ഭുത വരി ജപിച്ച് ശിവനെ വിളിച്ചാൽ 27 നക്ഷത്രക്കാരുടെയും കഷ്ടകാലങ്ങൾ മാറി ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവരുടെ സകല ദുരിതങ്ങളും മാറുവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. 27 നക്ഷത്രക്കാരുടെയും തലവര മാറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ഭഗവാനെ എങ്ങനെ വിളിക്കണം? ഞാനീ പറയുന്ന നമ്മൾ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് അത് പറഞ്ഞു വരുന്നുണ്ട്. ആ ഭാഗത്ത് നിന്ന് ഈ ഒരു അത്ഭുത വരി, ഇതുവരെ പറയാത്തൊരു രഹസ്യ മന്ത്രം പറയുന്നുണ്ട്. ആ മന്ത്രം ജപിച്ച് ശിവഭഗവാനെ വിളിച്ചാൽ ഈ എന്തു ചെയ്തിട്ടും മാറ്റമില്ലാത്തവർക്ക് പോലും, അതായത് 27 നക്ഷത്രക്കാരുടെയും തലവര മാറ്റുന്ന കാര്യമാണ്. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളൊന്നും പറയണ്ട, ആഗ്രഹിക്കുന്നതെല്ലാം ശിവഭഗവാൻ തന്നോളൂ. അങ്ങനെയുള്ളൊരു വിദ്യയാണ്. പിന്നെ നിങ്ങൾക്ക് സാമ്പത്തികം തരുന്നതനുസരിച്ച് നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി മാസത്തിലേതെങ്കിലും ഒരു ശനിയാഴ്ച ഭഗവാനെ കണ്ട് നന്ദി പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വഴിപാട് കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ വിദ്യ തന്നെ ചെയ്താൽ പോലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം മാറുന്ന കാര്യമാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്നുള്ളതാണ്. ഇതെൻ്റെ വീഡിയോകളിൽ ഏറ്റവും വിശേഷപ്പെട്ട വീഡിയോ ആണ്. നിങ്ങളത് കണ്ടു നോക്കുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത കാര്യമാണ്. മുഴുവൻ കാണണം. മുഴുവൻ വരെ കാണണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് അത് മുഴുവൻ കാണുമ്പോൾ മനസ്സിലാവും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു അറിവാണ്. ജന്മങ്ങൾ തപസ്സിരുന്നാലും കിട്ടാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. മുഴുവൻ കാണണം എന്ന് ഞാൻ വീണ്ടും പറയുന്നു. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. എൻ്റെ വീഡിയോയിൽ തന്നെ വിശേഷപ്പെട്ട വീഡിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ടെന്ന് സാമാന്യം ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഈ 27 നക്ഷത്രക്കാരുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ്. ലളിതമായ കാര്യമാണ്. അപ്പം എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യം മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ പോയി ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളെ പറയാറുള്ളൂ. വീഡിയോയിൽ പറയുന്ന പോലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും അത് ആത്മാർത്ഥയോട് കൂടിയാണ് പറയുന്നത്. വീഡിയോയിൽ പറഞ്ഞാലും കൊള്ളാം, വാട്സപ്പിൽ പറഞ്ഞാലും കൊള്ളാം, നോക്കിയിട്ട് പറഞ്ഞാലും കൊള്ളാം. എല്ലാം ഒരേ ആത്മാർത്ഥയോടെയും ഈശ്വര ഇവർക്ക് ആർക്കാണെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിലാണ് പറയുന്നത്. നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, ഇല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഒരു കുഴപ്പമില്ല. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ്. അപ്പം ആവശ്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഇപ്പം ഒരു അത്യാവശ്യ കാര്യം, മക്കളുടെ വിദേശത്ത് പോയി അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ന്യായമായ ഒരു സത്യസന്ധമായ കാര്യമാണെങ്കിൽ, മറ്റുള്ളവർക്ക് ഭാരം വെക്കുന്ന കാര്യമോ ഒന്നും എന്നോട് ചോദിക്കരുത്. അതൊന്നും ഞാൻ ആ കാര്യമൊന്നും ഞാൻ അങ്ങനെയുള്ളവരുടെ വാട്സപ്പിൽ നോക്കത്തില്ല. നിങ്ങൾക്ക് ന്യായമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, വലിയ കഥയായിട്ടിടരുത്, ചെറിയ ഒരു വോയിസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതും എന്ത് പറഞ്ഞാലും ഞാൻ ആത്മാർത്ഥയോട് കൂടി പറയും. ഒരേ പ്രാർത്ഥനയോടും ആത്മാർത്ഥയോടും കൂടിയേ പറയത്തുള്ളൂ. അതിനാരും ഫീസ് ഒന്നും ഇടരുത്. അതിനും ഫീസ് ഇടുന്നവരുണ്ട്, ഇടരുത്. അത് ഇട്ടാൽ ഞാൻ തിരിച്ചിടും, അതിനിടരുത്. സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം ഞാൻ ആ ഫീസിന് വേണ്ടിയല്ല അത് പറയുന്നത്. പക്ഷെ പറയുന്നതല്ല ഒരു ആത്മാർത്ഥയോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും തന്നെയാണ്. പക്ഷേ ഫീസിന് വേണ്ടിയല്ല. നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാകുമ്പോൾ പരമേശ്വര നമുക്ക് സന്തോഷം, അത്രയേ ഉള്ളൂ. ഇനി വിശകലനം ചെയ്യുന്നവർക്ക് അത് വിശകലനം ചെയ്യുമ്പോൾ അതിന് നിശ്ചിത ചെറിയൊരു ഫീസുണ്ട്, അത് പറയും. എന്നിട്ട് ആവശ്യമുണ്ട് ചെയ്യാതിരിക്കുക. ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണ് അതെല്ലാം. അത് നമ്മളാ ചെയ്യുന്നതിലും എത്രയോ തുച്ഛമായിട്ടുള്ളൊരു ഫീസ് ഞാൻ പറയത്തുള്ളൂ. അത് ആവശ്യമുള്ളവർ ചെയ്യാതിരിക്കും. പക്ഷെ അതിന് സമയമില്ലെന്നുള്ളതാണ് സത്യം. ഏതായാലും ഞാൻ ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ
ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകളിൽ ഒന്നാണ് ഈ വീഡിയോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം, ജന്മങ്ങളായിട്ട് നിങ്ങൾക്ക് ശിവഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് ഇത് കാണാൻ പറ്റും. അവർക്കേ കാണാൻ പറ്റത്തുള്ളൂ. അത് ശിവഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് കാണാൻ പറ്റും. ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അത് വലിയൊരു കാര്യമായി പറയാൻ പോകുന്നത്. ആരും പറഞ്ഞു തരത്തില്ല. വേറെ ഒരിടത്ത് നിങ്ങൾക്കിത് അറിയാൻ പറ്റത്തില്ല. അത് കേൾക്കും മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തിയുടെ ഒരു ഫലമായിരിക്കാം നിങ്ങളത് അറിയാൻ പോകുന്നത്. നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ തമ്പുരാൻ്റെ വിചാരിക്കുന്ന കാര്യമാണ്. ചിലരുണ്ട് പണ്ടൊരു കഥയ്ക്കകത്ത് പറഞ്ഞ പോലെ ഈശ്വരൻ കൊണ്ടൊരു പൊൻകുടം മുന്നിൽ കൊണ്ട വെച്ചാലും ആ സമയമാകുമ്പോൾ തോന്നും ഒന്ന് കണ്ണടച്ച് നടന്നാലെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നിൽ കൂടെ കണ്ണടച്ച് നടന്നു പോകുന്നവരും ഉണ്ട്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് സ്ക്രോൾ ചെയ്ത് പോകുന്നവരും ഉണ്ട്. അതൊക്കെ തമ്പുരാൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ആരുടെയും കഴിവല്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ മഹത്വം, പരമേശ്വരൻ്റെ മഹത്വം. നിങ്ങൾ ആ പരമേശ്വരൻ്റെ കൃപയുള്ളവരാണ്. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ ഏതൊക്കെയോ പുണ്യങ്ങൾ ചെയ്ത ആളാണ്. ഞാനീ പറയാൻ പോകുന്ന വിദ്യ എത്ര പാപം ചെയ്തവർക്കും എത്ര പുണ്യം ചെയ്തവർക്കും, അല്ലെങ്കിൽ എത്ര ധനവാനും എത്ര ദരിദ്രനും എത്ര കഴിവില്ലാത്തവനും എത്ര കഴിവുള്ളവനും എത്ര ഒരു ദുരിതങ്ങൾ അനുഭവിക്കുന്നവനും ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ, ഇനി വിഷയത്തിലേക്ക് വരാം. ഇത് വിശദമായിട്ട് പറഞ്ഞുതരാം. വിളക്ക് കത്തിക്കുന്നതിൻ്റെ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ രാവിലെ വിളക്ക് കത്തിക്കുമല്ലോ. അപ്പോൾ ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ശ്രദ്ധിച്ച് കേട്ടോണം, വിളക്കിൻ്റെ വലത്തെ സൈഡിൽ നിങ്ങൾ നിന്ന് അവിടെ നിന്ന് കിഴക്കോട് തിരിഞ്ഞിരിക്കണം. കിഴക്കോട് തിരിഞ്ഞ് നിന്ന് കാലും കൈയും മുഖവും നനച്ച ശേഷം വേണം വിളക്കിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞ് നിന്ന് നിങ്ങൾ കൈകൾ രണ്ടും ഇങ്ങനെ വെക്കണം. വിരലുകൾ ചേർത്ത് കണ്ടല്ലോ, ഇങ്ങനെ വെക്കണം. ഈ വിരലുകളെല്ലാം പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അതിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ അത് തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകും, ഒരു കോർഡിനേഷൻ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ കൈകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മളുടെ പല വികാരങ്ങളും പ്രകടിപ്പിക്കുന്നത് കൈകളിലൂടെയാണ്. മനസ്സിലായല്ലോ ഇല്ലേ? നമുക്ക് ദേഷ്യം വരുമ്പോഴും നമുക്ക് സന്തോഷം വരുമ്പോഴും നമ്മളിപ്പോൾ ഒരാളെ അഭിനന്ദിക്കണമെങ്കിൽ കൈകൊട്ടും അല്ലേ? നമുക്ക് അവരോടുള്ള ഒരു നന്ദി അല്ലെങ്കിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൈകളിങ്ങനെ വെച്ച് തല കുനിച്ചിരിക്കും. ഇങ്ങനെ ഈ കൈകളിലൂടെ നമ്മളൊരാളോട് ആജ്ഞാപിക്കുമ്പം വിരൽ വെച്ച് ഇങ്ങനെ ആജ്ഞാപിക്കും. നമുക്കൊരു കാര്യം വേണമെങ്കിൽ നമ്മളിങ്ങനെ കാണിക്കും. ഈ കൈകളിലൂടെ വികാരം ശരിക്കും പാസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിൻ്റെ ഭാഷയാണ്. അതുകൊണ്ട് കൈകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മനസ്സും കൈകളുമായി വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ പ്രാധാന്യം. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ കൈകൾ തുറന്നു പിടിച്ച് നിങ്ങൾ വിളക്കിൻ്റെ വലത്തെ സൈഡിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈയും കാലും മുഖം കഴുകി ഒന്ന് നനച്ചിട്ട് വേണം, ജസ്റ്റ് നനച്ചാൽ മതി. ഇത് രാവിലെ ചെയ്യാം, എപ്പം വേണേലും ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്താലും മതി, ഒരു കുഴപ്പവുമില്ല. ഇത് നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട ചെയ്യാൻ. ഒരു മിനിറ്റിന് പകുതി മതി, 30 സെക്കൻഡ് ആണെങ്കിലും മതി. ഒരു നല്ല കാര്യമാണ്. നിങ്ങളുടെ തലവര മാറുന്ന കാര്യമാണ്, എന്ന് വെച്ചാൽ ജീവിതം മാറുന്ന കാര്യമാണ്. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ വരുന്ന കാര്യമാണ്. ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കിഴക്കോട് തിരിഞ്ഞ് നിന്നിട്ട് വിളക്കിൻ്റെ വലത് സൈഡിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞ് നിന്ന് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം, ആദ്യം ആ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ജപിക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മന്ത്രം പറഞ്ഞുതരാം. അൻപേ ശിവം. അത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിട്ട് തരാം. അൻപെന്ന് വെച്ചാൽ സ്നേഹമാണ് ശിവൻ. അതായത് സ്നേഹമാണ് ശിവൻ. അൻപേ ശിവം. ഇത് ജപിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ജപിക്കണം. ശിവ ശിവ അൻപേ ശിവം, അൻപേ ശിവം, അൻപേ ശിവം. അങ്ങനെ 3 തവണ ജപിക്കുക. ആദ്യം ശിവ ശിവ എന്ന് ജപിക്കണം. അതെന്തിനാണെന്നറിയോ? ഈ ജന്മത്തിലുള്ളതും മുൻജന്മത്തിലുള്ളതും എല്ലാ പാവങ്ങളും മാറുവാൻ വേണ്ടിയാണ്. നമുക്ക് പാപശമനം ഉണ്ടാകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം ശിവ ശിവ 2 തവണ ജപിക്കുക. അതിനുശേഷം അൻപേ ശിവം അൻപേ ശിവം അൻപേ ശിവം എന്ന് 3 തവണ ജപിക്കുക. അത് ഞാൻ വീഡിയോയുടെ താഴെ ആ ശിവ അൻപേ ശിവം എന്നുള്ളത് എഴുതിയിടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അത് നോക്കിയിട്ട് ജപിക്കുക. അൻപേ ശിവം എന്ന് വെച്ചാൽ ശിവൻ സ്നേഹമാണ്, ഇതാണ് അർത്ഥം. അതിന് അത്ഭുത ശക്തിയുണ്ട് കേട്ടോ.
ശിവശിവ ഒരു തവണ ജപിച്ചാൽ മതി. ഇതെല്ലാം വാ കൊണ്ടാണ് ജപിക്കേണ്ട, മനസ്സിലല്ല. നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ കൊണ്ട് ജപിക്കുക. എന്ന് വെച്ചാൽ എല്ലാവരും വലിയ ഒച്ചത്തിലല്ല, നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാ കൊണ്ട് വ്യക്തമായിട്ട് ജപിക്കുക. സ്പീഡിൽ ജപിച്ച് പോകരുത്. അൻപേ ശിവ അൻപേ ശിവ അൻപേ ശിവ അങ്ങനെ പറയരുത്. അൻപേ ശിവം വ്യക്തമായിരിക്കണം. ശിവശിവ അൻപേ ശിവം അൻപേ ശിവം അൻപേ ശിവം എന്ന് സന്തോഷത്തോടെ ജപിക്കുക. ഭഗവാൻ നിങ്ങളിലേക്ക് എത്തും, ഒരു സംശയവും വേണ്ട. ഡെഫിനറ്റ് എന്നൊരു വാക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഡെഫിനറ്റ്, തീർച്ചയായിട്ടും എത്തും. അത് ചെയ്താൽ ഉടനെ ഫലം കിട്ടും എന്നല്ല ഇതിൻ്റെ അർത്ഥം. ചിലർക്ക് ഉടനെ ഫലം കിട്ടാം, ചിലർക്ക് ചിലപ്പോൾ ദിവസവും ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഭഗവാനോടുള്ള ഭക്തി എത്രമാത്രം കൂടുന്നതനുസരിച്ചായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കൂടുതൽ ഭക്തിയോടെ ചെയ്യേണ്ട, നിങ്ങളത് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ്. ഭഗവാനെ കൂടുതൽ ഹൃദയശുദ്ധിയോടെ വിളിക്കണം, അപ്പം പെട്ടെന്ന് ഫലം ലഭിക്കും. ദിവസവും ചെയ്യുക. ഇത് അത്ഭുതകരമായൊരു വിദ്യയാണ്. ഇതിങ്ങനെ രാവിലെ ചെയ്യാം. പിന്നെ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒരു തവണ എന്നുവെച്ചാൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കൈകൾ വെച്ചിങ്ങനെ പറയാം, അല്ലെങ്കിൽ കൈകൾ വെക്കാതാണേലും ശിവശിവ അൻപേ ശിവം അൻപേ ശിവം അൻപേ ശിവം എന്ന് പറയാം. ഇനി കൈകൾ വെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെ ഇരുന്നു കൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യല്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് വടക്കോട്ടിരുന്ന് കിടക്കപ്പായിരുന്ന് ഇത് ചെയ്യണം. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കിടക്കപ്പായിരുന്നുകൊണ്ട് വടക്കോട്ടിരുന്നും ഈ വിദ്യ ചെയ്യണം. പിന്നെ നിലവിളക്കിൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈയും കാലും മുഖം നനച്ച് ഈ വിദ്യ ചെയ്യണം. ഇത് നിത്യേന ചെയ്തു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന നാളുകാരുണ്ടോ എനിക്കറിയത്തില്ല. നിങ്ങളുടെ കർമ്മം ശരിയാണെങ്കിൽ അത് ഏത് നാളുകാരാണെങ്കിലും അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. 27 നാളുകാർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത്. അവരുടെ കർമ്മം, അതിനാ ശിവശിവ ജപിക്കാൻ പറഞ്ഞത്. അവരുടെ പാപകർമ്മങ്ങൾ അല്ലെ കർമ്മദോഷങ്ങൾ മാറും. അപ്പോൾ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. ആ 27 നക്ഷത്രക്കാർക്കും ശിവന്റെ കൃപയുണ്ടാകുന്ന അതീവ രഹസ്യമായ ഏറ്റവും നല്ലമായ ഒരു കാര്യമാണ്. ഞാൻ ശുദ്ധ ഹൃദയത്തോടു കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ മനസ്സിലൊന്നുമില്ല. ആ അൻപേ ശിവം മാത്രമേ ഉള്ളൂ, ശിവശിവ മാത്രമേ ഉള്ളൂ. ആ ഒരു സന്തോഷത്തോടെ, ആ ഒരു സ്നേഹത്തോടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം. എല്ലാവരുടെ മനസ്സിൽ ശുദ്ധബോധം ഉണ്ടാകണം. എല്ലാവരും ഈശ്വരനെ അറിയണം. എല്ലാവരുടെയും ദുരിതങ്ങൾ മാറണം. അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറണം എന്നുള്ള ആ ചിന്തയോട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇതാരും ഒരിടത്തും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഇനിയും പറയുമെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ ഇട്ട ഡേറ്റ് നോക്കി അറിയാം. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നു. കാരണം ആർക്കും പറയാൻ പറ്റാത്ത കാര്യം ഇത്. ശിവശിവ അൻപേ ശിവം. എന്തിനാണ് ഇങ്ങനെ കൈകൾ ഇങ്ങനെ വയ്ക്കുന്നത്? കൈകൾ വെക്കുന്നതിൻ്റെ രഹസ്യം, നമ്മൾ കൈകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും നമ്മൾ എന്തോ ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് നമ്മുടെ ബോധം മനസ്സിലാക്കുന്നത്. നമുക്കെന്തോ വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ കൈ വെക്കുന്നത്. എന്ത് വേണം? ശിവൻ്റെ സ്നേഹം വേണം. ദാറ്റ്സ് ഓൾ. അത് കൈവെക്കുന്നതിൻ്റെ ഒരു രഹസ്യമുള്ള പറഞ്ഞ് മനസ്സിലായില്ലേ? അത് വന്നിരിക്കും. പ്രപഞ്ചത്തിൽ നിന്ന് ശിവൻ്റെ കൃപ നിങ്ങൾക്ക് വന്നിരിക്കും. പൂജയില്ല, യാതൊന്നുമില്ല. ഇത് ഒരു വരി മന്ത്രം മാത്രമാണ്. ആർക്കും ചെയ്യാം, എവിടെ നിന്നും ചെയ്യാം. എത്ര പാപം ചെയ്തവർക്കോ, എത്ര പുണ്യവാന്മാർക്കോ, എത്ര ദുരിതമുള്ളവനോ, എനിവൺ ഇൻ ദ വേൾഡ്, ലോകത്തിൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അവരിലേക്ക് ആ പ്രപഞ്ചത്തിലെ ആ ദേവാദിദേവൻ മഹാദേവൻ്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടാകുവാനും, ഓരോ ആളുകളും ശുദ്ധീകരിക്കുവാനും, അവരിൽ ഈശ്വര ചൈതന്യം ഉണ്ടാകാനും, അവരിലേക്ക് നന്മകൾ വരുവാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ അൻപേ ശിവോ എന്ന് പറഞ്ഞാൽ, അൻപെന്ന് വെച്ച സ്നേഹമാണ് ശിവൻ. അത് ഏത് തരത്തിലുള്ള സ്നേഹമാണ്? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള സ്നേഹമാണോ? ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹമാണോ? അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹമാണോ? മക്കൾക്ക് അമ്മയോടുള്ള സ്നേഹമാണോ? അതിനൊക്കെ അപ്പുറത്തുള്ള ദിവ്യമായ സ്വാർത്ഥതയില്ലാത്ത ആ ഒരു ദിവ്യ സ്നേഹമാണ് ഈ അൻപേ ശിവോ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. മീരാഭായിക്ക് കൃഷ്ണനോടുണ്ടായിരുന്ന സ്നേഹം, അഗസ്ത്യമുനിക്ക് ശിവഭഗവാനോടുണ്ടായിരുന്ന സ്നേഹം, തിരുമൂലർക്ക് ശിവത്തോടുണ്ടായിരുന്ന സ്നേഹം, അതുപോലെ
ഹനുമാന് രാമമന്ത്രത്തോട് ശ്രീരാമനോടുണ്ടായിരുന്ന സ്നേഹം, ഇതൊക്കെ ദിവ്യസ്നേഹമാണ്. കുരുരമയ്ക്ക് ഉണ്ണിക്കണ്ണനോടുണ്ടായിരുന്ന സ്നേഹം, മേൽപ്പത്തൂരിന് ആ ഗുരുവായൂരപ്പനോടുണ്ടായിരുന്ന സ്നേഹം, വില്ലുമംഗലത്തിന് ഭഗവാനോടുണ്ടായിരുന്ന സ്നേഹം, ഗുരുവായൂരപ്പനോടുണ്ടായിരുന്ന സ്നേഹം, ഇങ്ങനെയുള്ള ദിവ്യമായ സ്നേഹമാണ്. ഈ സ്നേഹമാണ് നമ്മളുടെ ജീവിതം മാറ്റുന്നത്. നമുക്ക് വേണ്ടതെല്ലാം, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാൻ തരും. നിങ്ങൾക്ക് സമ്പത്താണെങ്കിൽ അത് തരും. നിങ്ങൾക്ക് ഉയർച്ച, ധനം, സന്തോഷം ഒന്നും ആവശ്യപ്പെടണ്ട, എല്ലാം ഭഗവാൻ തന്നോളും. വേണ്ടത് എവറിത്തിങ് ഒന്നും ആവശ്യപ്പെടണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് ഭഗവാൻ നൽകുമെന്നുള്ളതാണ് ഈ വിദ്യയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ ഒരു ആഗ്രഹം എല്ലാവരിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ചുമ്മാ അതും ഇതൊന്നും കുറേ കാര്യങ്ങൾ ചെയ്ത് സമയം കളയാതെ ഉള്ള സമയത്ത് നല്ല കാര്യം ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ നോക്കുക. പറഞ്ഞ മനസ്സിലല്ലേ? നമ്മുടെ ജീവിതം രക്ഷപ്പെടാത്തതിന് 3 കാരണമാണ്. ഫസ്റ്റ് വൺ, ജീവിതം മാറേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല, അല്ലെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാറില്ല. സെക്കൻഡ് വൺ, നമ്മൾ ഇപ്പം ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിഞ്ഞു, അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാറില്ല. 3, നമ്മുടെ കഴിവ് ഉപയോഗപ്പെടുത്താറില്ല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ജീവിതം രക്ഷപ്പെടാത്തതിൻ്റെ കാര്യം. അപ്പോൾ ഞാനിപ്പം പറഞ്ഞത് ജീവിതം മാറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക, നിങ്ങളുടെ കഴിവും പ്രയത്നവും കൂടി ഉപയോഗിക്കുക. ദാറ്റ്സ് ഓൾ, ദാറ്റ്സ് എനഫ്. അത്രേ ഉള്ളൂ. ഇത് ഞാൻ എന്തുകൊണ്ട് ഇപ്പം പറയുന്നു? എനിക്കിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ വയ്യായിരുന്നോ? എന്തുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നു? ഈ വരുന്ന നവംബർ 17-ാം തീയതി 2025 വൃശ്ചിക മാസം ആരംഭിക്കുകയാണ്. വൃശ്ചിക മാസം പുണ്യമാസമാണ്, വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ്. ഒരുപാട് പുണ്യമായ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുന്ന മാസമാണ് വൃശ്ചിക മാസം. ഇപ്പം കർക്കിടക മാസം പുണ്യമാസമാണ്, വൃശ്ചിക മാസം പുണ്യമാസമാണ്. പക്ഷെ ഞാൻ പറയും കർക്കിടകവും വൃശ്ചികവും ധനുവും 3 പുണ്യമാസങ്ങളാണെന്ന് ഞാൻ പറയും. എല്ലാ മാസങ്ങളും പുണ്യമാസങ്ങൾ തന്നെയാണ്. നല്ല കാര്യങ്ങളും ക്ഷേത്രത്തിലൊക്കെ പല പുണ്യമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പുണ്യമുള്ള 3 മാസങ്ങൾ കർക്കിടകം, വൃശ്ചികം, ധനു എന്ന് ഞാൻ പറയും. ധനുവും കൂടെ ഉണ്ട്. അതിൽ വൃശ്ചിക മാസം പിറക്കുകയാണ് ഈ വരുന്ന നവംബർ 17-ാം തീയതി. വൃശ്ചികം 1. അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത്, ഇപ്പോൾ മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ളൊരു പുണ്യം കിട്ടുന്ന, ജീവിതം മാറുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പം പറയാൻ പറ്റുന്നത്. ഭഗവാൻ അതിന് നന്ദി, ഈശ്വരന് നന്ദി, ഈ നിമിഷത്തിന് ഈശ്വരന് നന്ദി. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിന് നിങ്ങൾ ഈശ്വരന് നന്ദി പറയുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് തമ്പുരാൻ വിചാരിക്കണം. അല്ലെങ്കിൽ ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുക, കേൾക്കുക, ചെയ്യുക, അതൊന്നും ജീവിതം മാറ്റണമെന്നില്ല. ഇതുപോലെയുള്ള പുണ്യപുരാതനമായ അതിനിഗൂഢമായ ഈശ്വര രഹസ്യങ്ങൾ അറിയുന്നത്, ഈശ്വരനും ഗുരുക്കന്മാർക്കും നന്ദി പറയുക. ഈ നിമിഷത്തിന് ഞാനും നിങ്ങളും പരസ്പരം, ഇപ്പം എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കുന്നു, എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, എന്നെ നിങ്ങൾ കാണുന്നു. ഈ നിമിഷം ഞാൻ ആരുമല്ല, ഈശ്വരന് നന്ദി പറയുക. ഇത്ര അറിവുകൾ നിങ്ങളിൽ കിട്ടുന്നതെന്ന് അതിന് നന്ദി പറയുക. അപ്പം വൃശ്ചിക മാസമാണ്. ഈ വൃശ്ചിക മാസം തുടങ്ങുകയാണ് നവംബർ 17-ാം തീയതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തൊട്ട് ജപിച്ചു തുടങ്ങാം, നല്ലതാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ശനിയാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് വൃശ്ചികം 1 ആരംഭിക്കുന്നത്. 17-ാം തീയതി, നവംബർ 17-ാം തീയതി. ഇന്ന് തൊട്ട് ചെയ്തു തുടങ്ങാം, അല്ലെങ്കിൽ നാളെ തൊട്ട് ചെയ്തു തുടങ്ങാം. ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പം വൃശ്ചിക മാസത്തിൻ്റെ പ്രത്യേകത, വൃശ്ചിക മാസം വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ്. ശരണം വിളികളാൽ അന്തരീക്ഷം, ഈ പ്രപഞ്ചം ശരണം വിളികളാൽ മുഖരിതമാകുന്ന പുണ്യമാസമാണ് വൃശ്ചിക മാസം. മാത്രമല്ല വൃശ്ചിക മാസത്തിലെ ഏകാദശി, വെളുത്തപക്ഷ ഏകാദശിയും കറുത്തപക്ഷ ഏകാദശിയും വളരെ പ്രാധാന്യമുണ്ട്. ഗുരുവായൂർ വളരെ വിശേഷമാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയും വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശി, തൃപ്രയാർ ഏകാദശി വളരെ വിശേഷമാണ്. മാത്രമല്ല ഓച്ചിറ 12 വിളക്ക്, ഓച്ചിറ എന്ന് പറഞ്ഞാൽ പുണ്യസന്നിധിയാണ്. അതെന്തുകൊണ്ടാണ് പുണ്യസന്നിധിയാണെന്ന് പറയുന്നത്? ദക്ഷിണ കാശിയാണ് ഓച്ചിറ എന്ന് അറിയുക. ദക്ഷിണ കാശിയാണ് ഓച്ചിറ എന്ന് അറിയുക. എന്തുകൊണ്ടാണ് ഓച്ചിറ ദക്ഷിണ കാശിയാന്ന് പറയുന്നത്?
ഓച്ചിറ പരബ്രഹ്മമാണ്. അവിടെ അമ്പലം ഇല്ല. ഭഗവാന് ആ അമ്പലമില്ലാതാണ് ഇവിടെ വാണരുളുന്നത്. പ്രപഞ്ചമാണ്, പ്രകൃതിയിൽ ലയിച്ചിരിക്കുകയാണ്. ആ ബ്രഹ്മം തന്നെയായിട്ടാണ് അവിടുത്തെ ഭഗവാന്റെ സങ്കല്പം. അവിടെ ഇരുന്ന് മഹർഷിമാരും യോഗീശ്വരന്മാരും തപസ്വികളും സാധാരണക്കാരും ഒക്കെ ഭഗവാനെ ധ്യാനിക്കാറുണ്ട്. ഓച്ചിറ പരബ്രഹ്മം. അപ്പോൾ ഓച്ചിറ 12 വിളക്കും വൃശ്ചിക മാസത്തിലാണ്. പുണ്യമാസമാണ് വൃശ്ചിക മാസം. ആ മാസത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഓച്ചിറ 12 വിളക്ക്, ഗുരുവായൂർ ഏകാദശി, തൃപ്രയാർ ഏകാദശി, മണ്ഡലകാലം, ശബരിമല തീർത്ഥാടനം കാലം, മാത്രമല്ല വൈക്കത്ത് അഷ്ടമി, അതും വൃശ്ചിക മാസത്തിലാണ്. വൈക്കത്ത് അഷ്ടമി അതിവിശേഷമാണ്. വൈക്കത്തപ്പൻ എന്ന് പറഞ്ഞാൽ അന്നദാന പ്രഭുവാണ്. വൈകി വരുന്നവർക്കും മോക്ഷം നൽകുന്ന, അല്ലെങ്കിൽ ജ്ഞാനം നൽകുന്ന, അനുഭവം നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അല്പം വൈകിയാണ് പോലും അവിടെ ചെല്ലുന്നെങ്കിലും ഭഗവാൻ അവരെ കൈവിടത്തില്ല. അന്നദാന പ്രഭുവാണ്. വൈക്കത്ത് അഷ്ടമിയും വൃശ്ചിക മാസത്തിലാണ്. നോക്കൂ, എത്ര പ്രാധാന്യമാണ്, എത്ര പുണ്യങ്ങളുള്ളൊരു മാസമാണ്. തീർന്നില്ല, ഇനി കിടക്കുന്നത്, ഇനി കുറച്ച് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത്. അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ, അതിൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയും. അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ട് ആ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞു. ഇനി കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ഉത്സവവും ഈ വൃശ്ചിക മാസം തന്നെയാണ്. ചക്കളത്തുകാവ് പൊങ്കാല ലോകപ്രസിദ്ധമാണ്, വൃശ്ചിക മാസമാണ്. അപ്പോൾ ഇനിയും പറയാൻ പോകുന്ന കാര്യം അത് അവസാനം പറയുന്ന കാര്യമാണ്. ലാസ്റ്റ് കാര്യത്തിലേക്ക് വരികയാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുടെ പ്രത്യേകത എന്താണ്? പൗർണമിയും കാർത്തികയും ചേർന്ന് വരുന്ന ദിവസമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക. ഈ വർഷത്തെ ഡിസംബർ 4 ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കലണ്ടറെ നോക്കുക, എനിക്ക് അങ്ങനെ തോന്നുന്നു, ഡിസംബർ 4 ആണെന്ന്. അപ്പോൾ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയുടെ പ്രത്യേകത കാർത്തിക നക്ഷത്രവും പൗർണമി തിഥിയും കൂടെ ചേർന്ന് ഒരു ദിവസമാണ്. ഈ പൗർണമി തിഥി തന്നെ ദേവീ പ്രീതിക്ക് ഏറ്റവും നല്ലതാണ്. പൗർണമി ദിവസം ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ, ദേവിക്ക് വഴിപാടുകൾ ചെയ്യാൽ, ദേവി ക്ഷേത്ര ദർശനം ചെയ്താൽ ആ കുടുംബത്തിലെ സകല പാപങ്ങളും, സകല ദോഷങ്ങളും, സകല കർമ്മദോഷങ്ങളും, അത് വാസ്തുദോഷമായിക്കോട്ടെ, ശാപദോഷമായിക്കോട്ടെ, ശത്രുദോഷമായിക്കോട്ടെ, ഏതും മാറ്റിത്തരാൻ ദേവിക്ക് ശക്തിയുണ്ട്. ദോഷങ്ങളൊക്കെ പറക്കും. വിശ്വാസത്തോടെ ചെയ്യണം. ദേവി മനസ്സിലുണ്ടായിരിക്കണം, ശുദ്ധ മനസ്സായിരിക്കണം, മനസ്സ് നന്മയോടുകൂടി ചെയ്യണം, ദേവിയെ വിശ്വസിക്കണം. ആ പൗർണമിയും കാർത്തിക നക്ഷത്രം കൂടെ വരിക. എന്താ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത? ഞാൻ സാധാരണ കൈരേഖയും ഗ്രഹനിലയും സംഖ്യാജ്യോതിഷം വിശകലനം ചെയ്യുന്നവർക്ക്, വേണ്ടവർക്ക്, ഇപ്പം കൈരേഖയിലോ ഗ്രഹനിലയിലോ ഹസ്തരേഖയിലോ അല്ല സംഖ്യാജ്യോതിഷത്തിലോ വേണ്ടവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, ഈ ഏത് മാസമാണെങ്കിലും കാർത്തിക നാളിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ അമ്മയ്ക്ക് കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അഷ്ടോത്തരാർച്ചന ഇത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ, ഇത് മാസം സാധിക്കുന്നെങ്കിൽ മാസത്തിൽ ഒന്നുവിധം ആവർത്തിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്നും ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുറകോട്ട് പോകാതെ എന്നും അഭിവൃദ്ധി, ഐശ്വര്യം ഉണ്ടാകും. അതാണ് ഈ കാർത്തിക നാളിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിവിശേഷമായ വൃശ്ചിക മാസത്തിലെ പൗർണമിയും കാർത്തികയും ചേർന്ന് വരുന്ന ദിവസം എത്ര വിശേഷപ്പെട്ടതായിരിക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. എത്ര പ്രാധാന്യമുള്ളതായിരിക്കും. അന്ന് എന്ത് ദേവിയുടെ എത്ര വലിയ അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. വൃശ്ചികം പുണ്യമാസമാണ്. പിന്നെ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും പൗർണമിയും കൂടെ ചേർന്ന് വരികയാണ്. പൗർണമിയും വിശേഷപ്പെട്ടതാണ്. പൗർണമി ദേവി ദർശനം, തൃക്കാർത്തികയും കൂടെ വരികയാണ്, വൃശ്ചിക മാസവും കൂടെ വരികയാണ്. അപ്പോൾ അതെന്ത് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയ്ക്ക് വേറെ ചില ഒരു കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ശിവഭഗവാൻ ഈ ത്രിപുരാസുരന്മാരെ വധിച്ചിട്ട് വിജയിച്ചു വരുമ്പോൾ പാർവതീദേവി അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആ ഒരു മുഹൂർത്തമാണെന്നും ആ ദിവസമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റു ചില ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഈ വൃശ്ചിക മാസത്തിൽ ലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയ്ക്ക് അങ്ങനെ ചില ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്.
അപ്പം എന്തു തന്നെയാണേലും വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എങ്ങനെ നോക്കിയാലും അന്നേ ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, വ്രതം എടുക്കാൻ പറ്റുന്നവർ വ്രതം എടുക്കുക. അപ്പം മരുന്നൊന്നും കഴിക്കുന്നവർ വ്രതം എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. അവർ ഈശ്വരനെ വിളിച്ചാൽ മതി. പിന്നെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ ഈശ്വരനെ വിളിക്കുക. കാരണം സമയത്തിന് മരുന്നും ആഹാരവും കഴിക്കണം, അത് പ്രധാനമാണ്. ഇപ്പം ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ വ്രതം എടുക്കാൻ പറ്റുന്നവർ വ്രതം എടുക്കുക. തലേദിവസം തൊട്ടേ വ്രതം എടുക്കണം. അമ്മയ്ക്ക് കടുംബായുസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അഷ്ടോത്തരാർച്ചന, നെയ്വിളക്ക് ഇതൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. അന്നേ ദിവസം രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ചെയ്യുന്നത് നല്ലതാണ്. ഇതൊന്നും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അമ്മയെ കണ്ടു തൊഴുത് പറ്റുന്ന വഴിപാടുകൾ ചെയ്താലും ഫലമുണ്ടാകും. വളരെ 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 വിശേഷപ്പെട്ട ദിവസമാണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നുള്ളത്. അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അല്ല ചുമ്മാ കുറേ കാര്യങ്ങൾ അറിയുന്നതിലോ ചെയ്യുന്നതിലോ, നല്ല കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ കുറേ ആവശ്യമില്ല, അല്ലെ ഒരു പ്രയോജനമില്ലാത്ത, അല്ലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു അറിവുകൾ കൊണ്ടൊരു കാര്യമില്ല. ഇതുപോലെ ജീവിതം മാറ്റുന്ന, ഇത് ഞാനല്ല, ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആര് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങളെ എപ്പോഴും ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും ചിന്തിക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന നല്ല കാര്യങ്ങൾ, ജീവിതം മാറ്റുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്യുക. അല്ലാതെ ചുമ്മാ അതും ഇതിൻ്റെ ഒന്നും പുറകെ കുറേ കാര്യങ്ങൾ പുറകെ നടക്കുന്നില്ലെന്ന് ഒരു കാര്യവുമില്ല. അതൊന്നും ജീവിതം മാറ്റത്തില്ല. ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ആത്മീയ വഴികളിൽ പോയ ആളാണ്. ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചതാണ്. ശിവവിദ്യകൾ, ശിവരാജയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലേക്കൊക്കെ എത്തപ്പെട്ടത് എൻ്റെ മനസ്സിലെ ഒന്നുമില്ല. ഞാൻ ശിവഭഗവാനെ വിളിക്കുന്ന, ആരെ വിളിക്കുന്ന മനഃശുദ്ധിയോട് കൂടിയാണ്. അങ്ങനെ വിളിക്കുന്നതുകൊണ്ടാണ് അതുപോലുള്ള സത്യമുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. അല്ലെ ചുമ്മാ ഇന്നിപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് വിദ്യകളും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പുറകെ പോയ സമയം പോവും, ജീവിതം പോവും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. അത് ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ശരിയെന്ന് നല്ല നിങ്ങൾ വിട്ടേക്കുക. നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യണമെങ്കിൽ 50% നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടോ ഓരോ തട്ടിപ്പിലും വെട്ടിപ്പിലും പോയി ചാടുന്നു. അതിന് പകുതി അവനവനും കുറ്റക്കാരന് 50%. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ നല്ലത് മാത്രം ഉണ്ടാകുന്ന, ജീവിതം മാറുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക. അങ്ങനെ പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് ഞാനും നല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പറ്റുന്നതാണ് ചെയ്യുക. നിങ്ങൾക്ക് യുക്തിക്കും ബുദ്ധിക്കും ഒരു ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുത്. എല്ലാ കാര്യങ്ങളും, എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ശരിയായിരിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. എന്നാൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. എപ്പോഴും അവനവൻ്റെ ബുദ്ധി യുക്തി ഉപയോഗിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അത് എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. മോശം കാര്യങ്ങളോ അബദ്ധങ്ങളോ ഒക്കെ പോയിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് നല്ലത് പ്രതീക്ഷിക്കരുത്. ശരിയല്ല ഞാൻ പറയുന്നത്. തെറ്റായ ഒരു വഴിയിൽ പോയിട്ട് നല്ല കാര്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ? നല്ലൊരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നല്ലത് കിട്ടും. അപ്പം എപ്പോഴും നല്ല കാര്യങ്ങളെ മനസ്സിലാക്കുക, നല്ലത് ചിന്തിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവന് ദോഷം വരുന്ന കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുക അത് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? എന്നോട് അത് ചെയ്തു ഇത് ചെയ്തോട്ടെ. നിങ്ങൾ ചിന്തിക്കും തോറും ആ ചെയ്യുന്ന ആൾക്കല്ല, നിങ്ങളുടെ മനസ്സിലാണ് ഇത് കണം ദുഷിക്കുന്നത്. നിങ്ങളുടെ മനസ്സാണ് ദുഷിക്കപ്പെടുന്നത്. ഇനി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളോടിപ്പം പലരും പലതും ചെയ്തു. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ അവരോടുള്ള ദേഷ്യമെല്ലാം കളഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യമില്ലാത്ത അവസ്ഥയിൽ ഈ അൻപേ ശിവം ചെയ്യുക. ശിവശിവ, നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഏറ്റവും നല്ല നിലയുള്ള ജീവിതം ഉണ്ടാകും. നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിൽ ദൂഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. സ്വന്തം മനസ്സാണ് ദൂഷിക്കുന്നത്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. നമ്മൾ ആർക്കും ദോഷം വരുന്ന കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. മനസ്സിൽ നമ്മളോട് പലരും ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരോട് ക്ഷമിക്കുക. പക, വിദ്വേഷം ഇതൊക്കെ മനസ്സിൽ നിന്ന് കളയുക. പിന്നെ ഏതൊരു കാര്യവും കേട്ട് കഴിഞ്ഞാൽ അത് സ്വന്തം ബുദ്ധിക്ക് ചിന്തിച്ചിട്ട് ശരിയാണെങ്കിലേ അത് ഫോളോ ചെയ്യാവുള്ളൂ. അല്ലെ കേട്ട പാതി ഒന്നിൻ്റെ പുറകെ പോകരുത്. അങ്ങനെ പോയാൽ അത് ഈശ്വരനെ പോലും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഈശ്വരൻ നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നീ എന്താ അത് ഉപയോഗിക്കാത്ത? നീ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? അത് ശരിയല്ലേ? അതുകൊണ്ട് കേട്ട പുറകെ എന്തിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെടരുത്. നല്ല കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കുക, സ്വന്തം ബുദ്ധിക്ക് ചിന്തിക്കുക. അതുപോലെ മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും എല്ലാം മനസ്സിൽ നിന്ന് കളയുക. എന്നിട്ട് ഈ ശിവശിവ അൻപേ ശിവൻ ചെയ്യുക. അത്ഭുതകരമായ ജീവിതം മാറും. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർ ദേഷ്യം, അസൂയ, പക ഇതൊക്കെ ഉള്ളിടത്തോളം കാലം
ഇപ്പം ഞാൻ പറയാം, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ചിരിക്കുക, ആ ഗ്ലാസ്സിനകത്തോട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒഴിക്കുന്ന വെള്ളം വെളിയിലോട്ട് പോകത്തില്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിൽ ഈ നിരാശയും വിഷമം എല്ലാം നിറഞ്ഞിരിക്കുമ്പം നിങ്ങൾ എന്തകത്തോട്ട് കൊടുത്താലും അത് വെളിയിലോട്ട് തുളുമ്പി പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കണം. എല്ലാം മനസ്സിലെ ആ പക, വിദ്വേഷം, ജീവിതത്തിൽ നടന്നിട്ടുള്ള പരാജയങ്ങളെല്ലാം അങ്ങ് മറക്കുക. ഈ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാത്തവരില്ല. മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും ജയപരാജയങ്ങളും വിഷമങ്ങളും നിരാശയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ അത് എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കും. അങ്ങനെയുള്ളവരാണ് ജീവിതം മാറുന്നത്. എന്നിട്ട് ശിവ ശിവ അൻപേ ശിവൻ ചെയ്യുക കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ നിങ്ങൾ മാസത്തിൽ ഒരു ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് മൃത്യുഞ്ജയാർച്ചന, പാൽപ്പായസം, കൂവളത്തിലാർച്ചന, പിൻവിളക്ക്, ഒരു ചെറിയ കുപ്പി നെയ്യ് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇത് മാസത്തിൽ 1 വീതം സാധിക്കുന്ന പോലെ ചെയ്യുക. അവനവന് ആവശ്യമുള്ളവർ ചെയ്യുക. പിന്നെ 3 മാസത്തിലൊരിക്കൽ കരിക്കഭിഷേകം കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. ഭഗവാനോട് നന്ദി പറയണം, പാർവതീദേവിയോട് നന്ദി പറയണം, ഗുരുക്കന്മാരോട് നന്ദി പറയണം. കാരണം ഈ അറിവുകളൊന്നും എൻ്റെ അറിവുകളൊന്നും അല്ല. ഈശ്വരൻ എനിക്ക് തരുന്ന ഉൾക്കാഴ്ചകൾ, കിട്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അതിനെല്ലാം ഈശ്വരനോട് നന്ദി പറയുക. ഞാനും നന്ദി പറയുന്നു ഈ നിമിഷത്തിന്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്കൊരറിവുമില്ല, അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. ഞാനൊരു ഒരു ഒരു വട്ട പൂജ്യമാണ്. ഞാൻ ശൂന്യത ധ്യാനിക്കുന്ന മനുഷ്യനാണ്. ശൂന്യത എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അറിയാമല്ലോ. പിന്നെ ഈശ്വരൻ തരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നു. എന്നിട്ട് എൻ്റെ മനസ്സിൽ ആ കാര്യം പിന്നെ ഇല്ല. എൻ്റെ മനസ്സ് ശൂന്യതയാണ് ശിവൻ. അങ്ങനെ ധ്യാനിക്കുന്ന ആളാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ. ശിവ ശിവ. അൻപേ ശിവം. അൻപേ ശിവം. അൻപേ ശിവം.